ഹായ് ഫ്രണ്ട്സ്, പ്രിയാസ് അനുശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എന്തിൻ്റെ വിശേഷത്തെ പറ്റിയൊക്കെ പറയാനെന്നറിയാമോ? നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ കരുതിയാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വെച്ചിറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കുറേ ഫ്രീ ആയിട്ട് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ, ഒരു 10ഓളം കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടോ, നമ്മുടെ കോഴി വെച്ച് ഞാൻ 15 മുട്ടയാണ് കേട്ടോ വെച്ചത്. 15 മുട്ട വെച്ചിട്ട് എനിക്ക് വിരിഞ്ഞ് കിട്ടിയത് 10 കുഞ്ഞുങ്ങളായിരുന്നു. 10 എണ്ണത്തിൽ ഒരെണ്ണം വന്നേ മുട്ടയ്ക്കകത്ത് തന്നെ വിരിഞ്ഞ് വരുന്ന വഴിക്ക് തന്നെ ചത്തുപോയായിരുന്നു കേട്ടോ. ബാക്കി 9 കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. 9 പേരുണ്ട്. ഇവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. കോഴി വെച്ച വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നേ. പക്ഷെ വെച്ചപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അന്ന് ഇവിടെ ഒക്കെ പണി നടക്കുമല്ലായിരുന്നോ, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാനും ഒന്നും എനിക്ക് പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ഒരു മുട്ടയ്ക്കകത്തുനിന്ന് ഇവർ വിരിഞ്ഞ് വരുന്നതായിട്ടുള്ള വീഡിയോ എടുത്തു. അതേ പറ്റുള്ള വെക്കുന്ന വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ എന്താണ്ട് അവർക്ക് തീറ്റ വെച്ച് കൊടുത്തതാണ്. ഇല്ലേ ഇവർ അടങ്ങിയിരിക്കത്തില്ല, വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. കണ്ടോ, അവരെ കണ്ടോ, അവരുടെ അമ്മയാണിത്. അതുപോലെ എനിക്ക് മൃഗാശുപത്രിയിൽ നിന്ന് നമ്മുടെ ഗ്രാമസഭ വഴി 10 കോഴിക്കുഞ്ഞുങ്ങളെ വേറെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരും ഉണ്ട് അപ്പുറത്തെ കൂട്ടിൽ. ഞാൻ അവരെ കാണിച്ചിട്ട് നമ്മൾ ഗ്രാമസഭയിൽ എഴുതി കൊടുക്കുമ്പോൾ മൃഗാശുപത്രിയിൽ നമുക്ക് അവരെ കിട്ടുന്നതാണ്. നമ്മൾ 100 രൂപ അടയ്ക്കേണ്ട വന്നായിരുന്നു, അല്ലാതെ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ 100 രൂപ അടച്ചപ്പോൾ 10 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. അവരും ഉണ്ട് കേട്ടോ. മറ്റവരെയെല്ലാം അതുപോലെ തന്നെ നമ്മൾ വീക്കോട്ടയത്തു നിന്ന് വാങ്ങിച്ച കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇല്ലേ, അവരെയെല്ലാം നമ്മൾ ഈ കൂട്ടിൽ നിന്ന് മാറ്റി വലിയ കൂട്ടിലോട്ടാക്കി. അപ്പോൾ ഇവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഇവരെ അധികം ഇവിടെ വെക്കാനൊന്നും പറ്റുന്നില്ല. ഇവരുടെ കൂടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. എന്താണ്ട് കണ്ടോ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിന്ന്. ഇവരെ വെച്ചതൊന്നും എനിക്ക് എടുത്തിടാൻ പറ്റിയില്ല. എടുക്കുന്ന തീറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗോതമ്പ് തവിട് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് കുഴച്ച് നല്ല വലിയ വെള്ളത്തിലല്ല, ലൈറ്റായിട്ടൊരിതിലാക്കി അത് കൊടുക്കും. അതുപോലെ തന്നെ പച്ചവെള്ളം, പ്യുവറായിട്ടുള്ള വെള്ളമാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അവരതിനകത്ത് ഓരോന്നൊക്കെ കുത്തിയിട്ടതാണ് കേട്ടോ. ചിലപ്പോൾ ഇച്ചിരി മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഇവർക്ക് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഇച്ചിരി മഞ്ഞളും ഇച്ചിരി തുളസി നീരും ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവരിപ്പോൾ 9 പേര് ഇറങ്ങി ഞാനിവരെ വെളിയിലൊന്നും ഇറക്കി വിട്ട് കാക്കയൊന്നും കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് ഈ 9 പേരെയും വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. ഞാൻ വലുതാകുമ്പോഴും ഇവരുടെ വീഡിയോ കാണിച്ചു തരാം. ഞാൻ വെളിയിലൊക്കെ ഇറക്കി വിട്ട് കാക്ക പിറക്കിക്കൊണ്ട് പോകാതിരുന്നാൽ മാത്രം മതി. കാരണം ഞാൻ ഇങ്ങനെയുള്ള തീറ്റകളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. എൻ്റെ കൂടൊക്കെ പൊട്ടിപ്പൊളി ഞാനിത് കണ്ടോ, കല്ലൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കും. ബേസ് ബോർഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു ഇവർ വെളിയിൽ ചാടി പോകാതിരിക്കാനൊക്കെ. എന്തായാലും നമ്മുടെ കുഞ്ഞു രീതിയിൽ നമ്മൾക്ക് വരുമാനങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഇതാണ്. നമ്മളിപ്പം 9 രൂപയുടെ ഒരു മുട്ടയെടുത്ത് വെച്ച് നമുക്കൊരു 2 മാസമൊക്കെ കഴിയുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ആക്കിയോ അല്ലെങ്കിൽ കോഴിയാക്കി എടുത്ത് അടുത്ത മുട്ട എടുക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ലാഭമല്ലേ. നമ്മളൊരു കോഴിക്കുഞ്ഞിനെ വാങ്ങിക്കുന്നത് എത്ര, 130 120 രൂപയൊക്കെ കൊടുത്തല്ലേ 2 മാസമായേ. അപ്പം നമുക്ക് 9 രൂപയുടെ ഒരു മുട്ടയിൽ 2 മാസം കഴിയുമ്പോൾ 120 രൂപ ആകത്തില്ലേ. ഞാനതാണ് സങ്കല്പിക്കുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞു ബിസിനസ് ട്രിക്കുകളാണ് ഇതൊക്കെ. ഈ കോഴിയെ എനിക്ക് അടയിരിക്കുന്ന കോഴിയില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച് നടന്നപ്പോൾ എനിക്ക് അടയിരിക്കുന്ന 2 കോഴികളുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് ഞാനൊരു ദിവസം എനിക്കെന്തോ സുഖമില്ലാതെ എങ്ങാണ്ട് കിടക്കുമായിരുന്നു. കിടന്ന സമയത്ത് എഴുന്നേറ്റ് വന്ന് നോക്കാൻ പറ്റിയില്ല. ഇത് അടയായത് ഞാൻ അറിഞ്ഞുമില്ല. മുട്ടയിടുന്ന ഭാഗത്ത് കയറിയിരുന്നു. അതിന് ഏതാണ്ട് കുറുക്കന്മാർ വന്ന് പിടിച്ചുകൊണ്ടു. അപ്പം ഞാനിങ്ങനെ വിഷമമൊക്കെ പറഞ്ഞപ്പോൾ ഇതെനിക്ക് ബിൻസി തന്നതാ. എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചെനിക്ക് തന്നടി. അവൾ വെളിയിലോട്ട് പോകാൻ നേരത്ത് അവൾ എന്നോട് നന്ദി എടുത്തോ ഇതിനെന്ന് പറഞ്ഞാൽ അവളെനിക്ക് തന്ന കോഴിയായത്. അന്ന് തൊട്ട് ഞാൻ ഇതിനെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പം 3-4 ട്രിപ്പായിട്ട് ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെ വെച്ച് ഇറക്കി കോഴിക്കുഞ്ഞുങ്ങളെ ആക്കിയിട്ടുണ്ട്. കോഴി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട്. നല്ല ലാഭകരം കേട്ടോ, കോഴി വെച്ച് കുഞ്ഞുങ്ങളെ എടുക്കുന്നത്. അതുകൊണ്ട് ഇവരെയാണ് ഗ്രാമസഭ വഴി കിട്ടിയ ആൾക്കാർ. ഇവരെ വെളിയിൽ ഒരു കാരണവശാലും ഈ കതക് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം തന്നെ കതകിൻ്റെ ഉള്ളോട്ട് പറന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. കതക് തുറക്കാൻ പറ്റത്തില്ല. തീറ്റയൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പറക്കും. അതെന്താണെന്ന് അറിയത്തില്ല, ഇവർ നന്നായിട്ട് പറക്കും. അപ്പം ഇത് ഈ കമ്പിക്കൂടായതിനാണ് ഞാൻ ഇതിനകത്ത് ഈ ടയറൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്. അവരുടെ കാലൊക്കെ ഇതാവാതിരിക്കാൻ പോയി ടയറിലൊക്കെ നിന്നോട്ടെ എന്ന് കരുതി ഇതിനകത്ത് ടയറൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരുടെ ടയറിലൊക്കെ പോയി നിൽക്കും ഇങ്ങനെ കണ്ടോ.
അവരുടെ തീറ്റയൊക്കെ തീർന്നപ്പോൾ ഒരു 4 മണി സമയമായി. ഇപ്പം ഞാൻ തീറ്റയും കൊണ്ട് വന്നാന്നുള്ള രീതിയിലാണ് അവരിവിടെ നിൽക്കുന്നത്. ഇതാണ് എനിക്ക് മൃഗാശുപത്രിയിൽ നിന്ന് ഗ്രാമസഭ വഴി കിട്ടിയ കോഴിക്കുഞ്ഞുങ്ങൾ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഗ്രാമസഭയൊക്കെ ഉള്ളപ്പോൾ അവിടെ എഴുതി കൊടുക്കണം, കോഴികൾക്കൊക്കെ നമുക്ക് 10 കോഴിക്കുഞ്ഞുങ്ങളെ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കോട്ടയത്തു നിന്ന് മേടിച്ച കോഴികളെ നമ്മൾ കൂട്ടിലോട്ട് വലിയ കൂട്ടിലോട്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അവരെ ദണ്ട് ഇവിടെ ആക്കിയിട്ടുണ്ട്. അവരിതാ ഇത്രയും പേരായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒരു അടുത്ത് കഴിഞ്ഞൊരു വീഡിയോയിലുണ്ട് കോട്ടയത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നത്. അവർ കണ്ട ഇത്രയായിട്ടുണ്ട്. ഒരു കൂട്ടിൽ ഇപ്പോൾ തൽക്കാലത്തേക്കിന് 5 പേരെ വെച്ചാണ് ഇട്ടിരിക്കുന്നത്. അവർ വളരുന്നതിനനുസരിച്ച് അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന വലിയ കോഴികളെ മാറ്റിക്കൊണ്ട് ഇവരെ തന്നെ അപ്പുറത്തൂടെ ആക്കണം. കൂടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തിലൊരു 10-30 കോഴി ഈസി ആയിട്ട് കിടക്കും. എന്നിട്ട് മുട്ട തീറ്റ ഇട്ട് കൊടുക്കാനൊക്കെ ഇത് കണ്ടോ, നമ്മൾ ബേസിനൊന്നും വെച്ച് കൊടുക്കണ്ട, തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ ഇവിടെ തന്നെ സൗകര്യങ്ങളുണ്ട്. അതുപോലെ മുട്ടയാണെങ്കിലും ഇതിൻ്റെ താഴെ തന്നെ ഇങ്ങനെ ഉരുണ്ട് വന്ന് കിടന്നോളൂ. ഇതാണ് അവരെ കണ്ടോ, ഇതിങ്ങനെ നിൽക്കുക. ഇത്രയായിട്ടുണ്ട്. ഇതിന് മുട്ട വരുന്ന സമയത്ത് ഞാൻ ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്നറിയാം, ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന താഴോട്ട് ഇല്ലേ മുട്ട വന്ന് കാക്ക എടുത്തുകൊണ്ട് പോകും. ഇവർ മുട്ടയിടാറൊന്നും ആയില്ല, പഴയ കോഴികൾ നടന്നതിൻ്റെ എടുത്ത് ഞാൻ കൊണ്ടുപോയി വെച്ചതാണ്. കണ്ടോ ഞങ്ങളുടെ കോഴികളെയൊക്കെ കണ്ടോ. അപ്പോൾ കോഴികളെയൊക്കെ ഒരു വീട്ടമ്മമാർക്ക് വളർത്താൻ നല്ലതാണ്. കോഴികളെയൊക്കെ കേറ്ററിങ്ങിൻ്റെയും അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളും എല്ലാം നമ്മൾ ഇവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇവർക്കിട്ടിങ്ങനെ കൊടുക്കും, ഇവരതൊക്കെ കൊത്തിപ്പറക്കി കഴിച്ചോളും. പക്ഷേ ഇവരെ തമ്മളി കൊത്തുണ്ടാക്കും, ഇവരുടെ തന്നെ സ്കിന്ന് കൊത്തിപ്പറിക്കുന്ന ഒരു ഇതുണ്ട് ഇവർക്ക്. അത് ചെയ്യാതിരിക്കാൻ ഒന്നെങ്കിൽ ചുണ്ടൊന്ന് വെട്ടി വിടുക, അല്ല ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഒന്നെങ്കിൽ ചുണ്ട് വെട്ടി വിടും, അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് ഇവരുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഇങ്ങനെ കൊത്തുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇവർ തമ്മളി കൊത്തി അങ്ങ് മുറിക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പച്ചപ്പുല്ലുകളും ഇച്ചിരി കാൽസ്യം ഒക്കെ ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. ബാക്കി പറയാനായിട്ടുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴും അമ്മ എന്നെ സൊസൈറ്റി പാലും കൊണ്ട് പോകാൻ വിളിച്ചു. ഞാനപ്പോൾ ആ പാലും കൊണ്ട് അങ്ങ് പോയി കേട്ടോ. അതുകൊണ്ട് ആ വീഡിയോയുടെ ബാക്കി പറയാൻ പറ്റാതായി പോയത്. അപ്പം നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയൊക്കെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ചിലവ് കുറഞ്ഞ്, ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളും, അതായത് കേറ്ററിങ്ങിൽ വരുന്ന ഫുഡിൻ്റെ അധികത്തിൽ വരുന്ന വേസ്റ്റുകളും, പിന്നെ കുറച്ച് കോഴിത്തീറ്റയൊക്കെ മേടിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവർക്ക് രാവിലെ ഒരു വൈകുന്നേരം 2 ഈടായിട്ട് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ബാക്കി ഉച്ചയ്ക്കൊക്കെ നമ്മളിടയ്ക്ക് സമയത്ത് വല്ല ഓമയ്ക്കായോ അല്ലെങ്കിൽ ഇലകളോ ഒക്കെ അരിഞ്ഞ് പിറക്കി ഇട്ട് കൊടുത്ത് അങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ കോഴിയെ വളർത്തുന്നത്. ഞങ്ങൾക്കിവിടെ കോഴിമുട്ടയ്ക്ക് 9 രൂപ വിലയുണ്ട്. നമുക്ക് കടയുള്ളതുകൊണ്ട് കടയിൽ വെച്ച് വിൽക്കാൻ പറ്റും. ഞാനിവിടെ കോഴിയെ വളർത്തുന്ന രീതിയിൽ വളർത്തുന്നതുകൊണ്ട് എനിക്ക് ലാഭകരമാണ് ഇത് ചെയ്യുന്നതുകൊണ്ട്. നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് 10 കോഴിയൊക്കെ വളർത്തുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് 10 മുട്ട കിട്ടിയാലും 90 രൂപ ഡെയിലി നമുക്ക് നമ്മുടെ കയ്യിൽ വരും. 90 രൂപയുടെ തീറ്റയൊന്നും ഇവർക്ക് കൊടുക്കണ്ട. എന്നാലും 90 രൂപ വെച്ച് നമുക്ക് ഡെയിലി കിട്ടിയാലും നല്ല കാര്യമല്ലേ. നമ്മുടെ ചിലവുകളൊക്കെ നടക്കത്തില്ലേ 90 രൂപയിൽ. അപ്പം അത്യാവശ്യം കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ, വലിയ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞു കാര്യങ്ങളൊക്കെ അത് നടക്കും. നമുക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് ഇതൊക്കെ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡ് ബിസിനസ്സാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കേട്ടോ, കോഴിയും കോഴിക്കുഞ്ഞുങ്ങൾ. അതുപോലെ ഈ കോഴികളെ അടവെച്ച് കുഞ്ഞുങ്ങൾ വിരിക്കുന്നതിനെ നമുക്ക് അടുത്തുള്ള ഈ പെറ്റ് ഷോപ്പുകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല വിലയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ച്, മറ്റേ ഞാൻ കോഴിയെ വളർത്തി അത് വലിയ കോഴിയാക്കി മുട്ടയാണ് എടുക്കുന്നത്. ഈ പ്രാവശ്യം തൊട്ട് ഞാൻ ചിന്തിച്ചിരിക്കുക അത് ഈ നാടൻ കോഴി, ഒറിജിനൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ പെറ്റ് ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുമാതിരി നല്ല വില കിട്ടുമെന്ന് ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ കോഴിക്കുഞ്ഞുങ്ങളെ അടവച്ചിറക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ പെറ്റ് ഷോപ്പിൽ കൊടുത്തിട്ട് നിങ്ങളോട് ആർക്കെങ്കിലും വേണോ എന്നൊക്കെ അറിഞ്ഞ് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. കുഞ്ഞുങ്ങളായി ഇച്ചിരൂടെ ആയിക്കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ, ഇപ്പോൾ കൊടുക്കത്തില്ല, കുറച്ചുകൂടെ ആയിട്ട് 2 മാസമൊക്കെ ആകുമ്പോൾ കൊടുക്കും. കൊടുത്തതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ അന്നേരം പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.